ആദ്യത്തെ ഫൈറ്റ് ശരിക്കും ഫോർ ദ പീപ്പിളായിരുന്നു. ഞങ്ങൾ ഈ 4 പേരെയും പിടിക്കാൻ വേണ്ടി രാജൻ മാത്യു പ്ലാൻ ചെയ്തിട്ട് അനിയത്തിയുടെ ഫ്രണ്ട്സാണ് ഇവരൊക്കെ. അപ്പോൾ അനിയത്തിയുടെ അടുത്തൊക്കെ ഒരുമിച്ച് ഒരു ഹോട്ടലിൽ വരാൻ പറയണം. അവിടെ വെച്ചിട്ടാണ് ഇവരെ ട്രാപ്പ് ചെയ്ത് പിടിക്കാൻ എന്നുള്ള തീരുമാനത്തിൽ. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് നടക്കും. ചെറിയൊരു ഫൈറ്റാണത്. പക്ഷേ അത് മറക്കാൻ പറ്റാത്തൊരു ഫൈറ്റായിപ്പോയി എനിക്ക്. എന്താണെന്ന് വെച്ചാൽ ഫൈറ്റിൻ്റെ ഇടയിൽ ഒരു ചെയറിൻ്റെ മുകളിൽ ചവിട്ടി അപ്പുറത്തെ ഒരു ചെറിയൊരു ഫെൻസ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റെസ്റ്റോറൻറ്റിൽ. അത് കൂർത്ത ഫെൻസുകളായിരുന്നു, അത് വുഡൻ പീസുകളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ചാടുമ്പോൾ 4-5 തവണ പ്രാക്ടീസ് ചെയ്തു ചാടി. ഇപ്പോൾ ടേക്കിൽ ചാടിയപ്പോൾ ചെയർ സ്ലിപ്പായി. പിന്നെ അവസാനം ഞാൻ ഈ ഫെൻസിൻ്റെ മുകളിൽ ഞാൻ തന്നെ വീണ് നോക്കി. ഇവിടെ ഭയങ്കരമായിട്ട് പെയിൻ, ഭയങ്കരമായിട്ട് അടിച്ചിട്ടാണ് വീണത്. ഭയങ്കരമായിട്ട് കൂർത്തൊരു മുനയായിരുന്നു. അതിൻ്റെ മുകളിൽ വീണു. ഉടനെ ഓൾമോസ്റ്റ് അൺകോൺഷ്യസ് ആയി. പക്ഷേ അപ്പോഴേക്കും പെട്ടെന്ന് ഐസൊക്കെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോഴാണ് അറിയുന്നത് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു റിബ്സിൽ. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റൊന്നുമില്ല, റെസ്റ്റ് എടുക്കണം, അതായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഫൈറ്റ് എന്തായാലും മറക്കാൻ പറ്റാത്ത ഫൈറ്റാണ്. ഫസ്റ്റ് ഞാൻ ആദ്യം ഡബ് ചെയ്യുന്നത് നിഴൽക്കുത്ത് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എൻ്റെ അനിയത്തിയായി അഭിനയിച്ച കുട്ടിയുടെ കാമുകൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. ശിവകുമാർ എന്ന് പറഞ്ഞ നടനാണ് അഭിനയിച്ചത്. അപ്പോൾ ആ നടന് വേണ്ടിയിട്ടായിരുന്നു ആദ്യം ഡബ് ചെയ്തത്. അത് എന്തുകൊണ്ടാണ് അടൂർ സാർ അങ്ങനെ ചെയ്തെന്നറിയില്ല. എൻ്റെ ക്യാരക്ടർ വേറെ ഒരാളെ കൊണ്ട് ഡബ് ചെയ്യിച്ചു. അത് കുറച്ചും കൂടിയും തമിഴ് ചോയുള്ളതാണ്. അപ്പോൾ തമിഴ് ടച്ചുള്ളൊരു ആർട്ടിസ്റ്റാണ് അത് ഡബ് ചെയ്തത്. മറ്റത് മലയാളം സംസാരിക്കുന്ന ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം ഡബ് ചെയ്തത്. തമിഴിൽ എൻട്രി ആദ്യത്തെ സിനിമ ചിത്രം പേസ്തടിയാണ്. അച്ചുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ഇതുപോലെ മിഷ്കിൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടറുടെ പടമുണ്ട്, പുതിയ ഡയറക്ടറാണ്. ഞാൻ ചോദിച്ചു ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചു. പറഞ്ഞു തമിഴാണ്, ഇവരുടെ പേര് ഷൺമുഖരാജ എന്നാണ്, പിന്നെ പടത്തിന് വേണ്ടി മിഷ്കിൻ എന്നാക്കിയെന്ന്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ മലയാളം അച്ചുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നല്ല ഓപ്പർച്യൂണിറ്റീസ് വരും. ഇപ്പം തമിഴിൽ പോകണമെന്ന് ശരിയല്ല. ഇനി അവൻ്റെ അടുത്ത് വേറെ വല്ലതും പറഞ്ഞ് ഇങ്ങനെ ഞാൻ ശരിയല്ല എന്നോ അല്ലെങ്കിൽ ഞാൻ ആപ്റ്റല്ല എന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്തായാലും ഞങ്ങൾ കേരളത്തിൽ വരുന്നുണ്ട്, നീ കഥ കേൾക്ക്. എൻ്റെ പേര് പറഞ്ഞു, ഫോർ ദ പീപ്പിളിൻ്റെ ക്ലിപ്പിങ്സൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇയാളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോൾ അവൻ്റെയും വളരെ ക്ലോസ് ഫ്രണ്ട്. അപ്പോൾ ഇങ്ങനെ അവോയ്ഡ് ചെയ്യും, നീ കഥ കേട്ടിട്ട് വേണ്ട വെച്ചോ, പ്രശ്നമില്ല. അപ്പോൾ ഞാനും ശരി എന്നാൽ കഥ കേട്ട് വേണ്ടാക്കാം എന്ന് വെച്ചിട്ടിരിക്കുക, അല്ലെങ്കിൽ അത്രയും ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ മാത്രം ചെയ്യാം. നോക്കിയപ്പോൾ കഥ കേട്ടപ്പോൾ അത് ചെയ്യണം എന്ന് തോന്നി. അതാണ് സംഭവം. അതായിരുന്നു ആദ്യത്തെ എൻട്രി. തമിഴിൽ ആദ്യത്തെ ദിവസം ചിത്രം പേസ്തടിയിൽ ഞങ്ങൾ ഒരു ചെറിയൊരു ആക്ഷൻ സീക്വൻസ് ആയിരുന്നു ആദ്യം. അത് ഞാനൊരു അടിയാളുടെ ക്യാരക്ടറായിരുന്നു. അപ്പോൾ ലോങ് ഷോട്ടിൽ കുറേ പേര് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്നു, ഞാനും വേറെ 2-3 ഫ്രണ്ട്സും റൈറ്റ് സൈഡിൽ നിന്ന് വന്ന് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന സീക്വൻസ് ആയിരുന്നു. അപ്പോൾ സീരിയസ് ആയിട്ടുള്ള റോൾസ് അല്ലെങ്കിൽ പെർഫോമൻസിൻ്റെ സാധ്യതകളുള്ളതൊക്കെ പിന്നീട് ചെയ്യാം, ആദ്യം ഫൈറ്റ്സും ഡാൻസും ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. പെർഫോം ചെയ്യാനുള്ളത് ഈ ഫൈറ്റായിരുന്നു ആദ്യത്തെ ഡേ ഷൂട്ടിങ്. പക്ഷേ തമിഴിൽ ഞാൻ അഭിനയിച്ചത് ശരിക്കും പറഞ്ഞാൽ ഈ വാളമീനിക്ക് വേളമീൻ കല്യാണം എന്ന് പറഞ്ഞ പാട്ടിൽ ഞാനൊരു സൈഡിൽ ഇങ്ങനെ ഇരിക്കും. 3 ദിവസം ആ സൈഡിൽ ഞാൻ അങ്ങനെ ഇരുന്നിരുന്നു ഷൂട്ടിങ് ചെയ്യുമ്പോൾ. അതായിരുന്നു എൻ്റെ ആദ്യത്തെ അഭിനയത്തിൻ്റെ എക്സ്പീരിയൻസ്. തമിഴിലെ ആദ്യത്തെ ക്യാമറമാൻ, അയാളുടെ പേര് മഹേഷ് മുത്തുസ്വാമി എന്നാണ്. മിഷ്കിൻ്റെ പടം ചിത്രം പേസ്തടിയിൽ മഹേഷ് PC ശ്രീറാം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റാണ്. മഹേഷും മിഷ്കിനുമായിട്ടുള്ള കോമ്പിനേഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. മിഷ്കിൻ ഭയങ്കരമായി ശബ്ദമൊക്കെ ഉയർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഷൗട്ട് ചെയ്യും, ഭയങ്കര പീക്കിൽ ഷൗട്ട് ചെയ്യും. ഒരു ടെററാണ് പലപ്പോഴും സ്പോട്ടിൽ. ആരും അടുത്ത് പോവില്ല ഷൂട്ടിംഗ് നടക്കുമ്പോൾ. ആളിന്ന് ആ ഷോട്ട് കഴിഞ്ഞ് ഇവിടെ വന്ന് വായിക്കുന്നത് ഈ നമ്മുടെ കോമിക് ബുക്സ് ആയിരിക്കും, അത് വേറെ കാര്യം. പക്ഷേ അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡയറക്ടർക്ക് ഏറ്റവും സോഫ്റ്റായിട്ട് നേച്ചേർഡായിട്ടുള്ളൊരു ക്യാമറമാനാണ്. ഒരു പക്ഷേ ഷഡപ്പ് എന്നൊക്കെ പറയുന്നതായിരിക്കും അയാളുടെ ഏറ്റവും വലിയ ചീത്ത വാക്ക്. അങ്ങനത്തെ ഒരു ക്യാമറമാനാണ്. അത്രയും നല്ലൊരു മനുഷ്യനാണ്.